Hi friends, Assalamualaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു അടിപൊളി സ്നാക്കിന്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതായത് ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്ത നേന്ത്രപ്പഴവും ഇതുപോലെ തന്നെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 കുട്ടി ശർക്കരയാണ് മധുരത്തിനായിട്ട്. പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ യൂസ് ചെയ്യാത്തവർക്ക് ഗോതമ്പ് മാവും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷെ മൈദയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. നമുക്ക് കുറച്ചുകൂടി ലൂസിലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുക്കാം. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ആവശ്യം വരില്ല കേട്ടോ. ഒരുപാട് ലൂസിൽ ഈ മാവ് കലക്കിയെടുക്കരുത്. ഇപ്പം അവസാനം കലക്കിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് വേണ്ടത്. 1.5 കപ്പ് വെള്ളം എടുത്തെങ്കിൽ 1/4 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് ഹൈയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയും കൂടി ചേർക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളപ്പയറാണ് കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളപ്പയർ. ചില സ്ഥലത്ത് ഇത് വൻപയറെന്നും പറയും കേട്ടോ. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുന്നത് ശർക്കരപ്പാനിക്ക് പെട്ടെന്ന് വറ്റിപ്പോകാതിരിക്കാനാണ്. ഞാനൊരു 5 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടോ പഴമൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് ശർക്കരപ്പാനി ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് റവയാണ് എടുത്തത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവ ചേർക്കുമ്പോൾ ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടി അത് വലിച്ചു കുടിച്ചിട്ട് നല്ല എന്താ പറയുക നല്ല തിക്കായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ആ റവ ഒന്ന് കുക്കായി വരുവുമാണ് കേട്ടോ. അതിനാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. റവ ഈ പഴത്തിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു 1/2 കപ്പ് എന്താ പറയുക വെള്ളപ്പയറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വേവിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളപ്പയറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്ത രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പഴത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ചൂട് ചായക്കൊപ്പൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല. അപ്പോൾ ഇതാ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ അതേ മുഴുവനും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ഓയിൽ ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതിങ്ങനെ മുക്കി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് ക്രമീകരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഇതുപോലെ നമ്മൾ സാധാരണ സുഗിയനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നേന്ത്രപ്പഴമൊക്കെ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ റെഡിയാക്കി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വെള്ളപ്പയറും ഒക്കെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ചേരുവകൾ മാത്രമാണ്. അത് വെച്ചിട്ട് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് നേന്ത്രപ്പഴവും വെള്ളപ്പയറൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള പുറത്തത്തെ കോട്ടിങ് പൊട്ടിപ്പോകും. അപ്പം നന്നായിട്ടൊന്ന് അടിഭാഗം കുക്കായതിനു ശേഷം മാത്രമേ നമ്മളിതൊന്ന് തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പം എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഒന്നിങ്ങനെ കോരി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിലെ ഭാഗവും നനഞ്ഞു നിൽക്കുന്ന ഭാഗവും എണ്ണ ചെല്ലുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുക്കായി വന്നോളൂ കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഏതൊരു സ്നാക്ക് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. അപ്പം അതിൻ്റെ മുകളിലുള്ള കോട്ടിങ് ആയാലും അല്ലെങ്കിൽ അതാണെങ്കിലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഏതൊരു സ്നാക്കും അങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. നമ്മൾ ഇട്ട ഉടനെ ഇളക്കരുത്. ഒരു മിനിറ്റോളം നമ്മൾ അങ്ങനെ വെച്ചതിന് ശേഷം മാത്രമേ അത് മറിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ, നല്ല ടേസ്റ്റുമാണ്, നല്ല അടിപൊളിയാണ്, വെറൈറ്റി ആണ് അല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതേപോലെ ആരെങ്കിലുമൊക്കെ തയ്യാറാക്കി നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കണം എന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.